ഈശോയിൽ എത്രയെ സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 14-ാം തീയതി തിരുസഭ വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ആണ്ടുവട്ടത്തിലെ 19-ാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ചയിൽ തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തേത് ഒരു തർക്കം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതും രണ്ടാമത്തേത് അനുഗ്രഹം എങ്ങനെ സ്വന്തമാക്കണമെന്നുള്ളതുമാണ്. ഒന്നാമത്തേത് തർക്കം പരിഹരിക്കുന്നതാണ്. ഒരുവനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കുവാനായിട്ട് അവനോട് ചെന്ന് വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ 2-3 സാക്ഷികളോടുകൂടെ അവനെ സമീപിച്ച് അത് തിരുത്തുവാനായിട്ട് പരിശ്രമിക്കുക. ഇനി അതും സാധ്യമാകുന്നില്ല എങ്കിൽ സഭയെ അറിയിക്കുക. ഇനി സഭയെയും അനുസരിക്കുന്നില്ല എങ്കിൽ അവനെ വിജാതീയനായിട്ട് കരുതിക്കൊള്ളുക. അങ്ങനെ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണം? 3 ഘട്ടങ്ങളിലൂടെയാണ് പരിഹരിക്കുന്നത്. ഒന്ന്, നേരെ ചെന്ന് കാര്യം അവനോട് മാത്രം രഹസ്യമായി പറഞ്ഞുകൊണ്ട്, രണ്ടാമതായിട്ട് സാക്ഷികളോട് കൂടെ വന്ന്, മൂന്നാമതായിട്ട് ഇവരെ ആരെയും അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറഞ്ഞു. ഇനി സഭയും അനുസരിക്കുന്നില്ല എങ്കിൽ അവന് വിജാതീയനായിട്ട് കണക്ക് കൂട്ടുവാനായിട്ട് പറയുന്നു. നമ്മളുടെ നാട്ടിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബങ്ങൾ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുവെ നമ്മൾ പരിഹരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അവർ വ്യക്തിപരമായിട്ട് പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നോക്കും. ഇനി കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ച് പ്രശ്നം പരിഹരിക്കുവാനായിട്ട് നോക്കും. അതും സാധ്യമാകുന്നില്ല എങ്കിൽ വികാരിയച്ഛൻ്റെ അടുക്കൽ ചെന്ന് വികാരിയച്ഛൻ്റെ സാന്നിധ്യത്തിൽ അത് പരിഹരിക്കുവാനായിട്ട് സാധിക്കും. ഇനി വികാരിയച്ഛനെയും അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയുടെ സ്ഥാനത്ത് ഇന്ന് നിൽക്കുന്നത് വികാരിയച്ഛന്മാരാണ്. അപ്പോൾ വികാരിയച്ഛന്മാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ വികാരിയച്ഛനെയും ആ വ്യക്തി അനുസരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവര് ദൈവത്തിന് വിട്ടുകൊടുത്ത്, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പോംവഴി. അപ്പോൾ അങ്ങനെ ചെയ്യുവാൻ വചനം പറയുന്നു. ഇനി രണ്ടാമതായിട്ട് അനുഗ്രഹത്തെക്കുറിച്ചാണ്. എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. 2-3 പേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് അത് നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ പൊരുത്തക്കേട് പരിഹരിക്കുവാനായിട്ട് മുതിർന്നവരുടെ അടുക്കിലേക്ക് പോകുവാനും സാക്ഷികളുടെയും അല്ലെങ്കിൽ സഭയുടെയും സാന്നിധ്യത്തിൽ പരിഹരിക്കുവാൻ പറയുന്നത് പോലെ തന്നെ അനുഗ്രഹങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ കൂടിയും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സമൂഹമായിട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ യേശു അവിടെ ഉണ്ടായിരിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുക തന്നെ ചെയ്യും. അതിനാൽ ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന തർക്കങ്ങളെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് സഭയുടെ സഹായം തേടാം. സഭയുടെ സഹായവും നമുക്ക് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ, അതിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് പ്രശ്നം പരിഹരിച്ചു തരേണ്ടവർ ഇടപെടുന്നില്ല എങ്കിൽ അവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കുക. ഇനി അനുഗ്രഹങ്ങൾക്കായിട്ടാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഫലമാണ് ഒരുമിച്ച് ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നുകൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും. അതിനാൽ ഈ 2 കാര്യങ്ങളും നമ്മളുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.